നമ്മൾ ചുണ്ടൻ വള്ളങ്ങളുടെ ഏറ്റവും വർണ്ണാഭമായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സര വിഭാഗത്തിലെ ആറാമത്തെയും അവസാനത്തെയും ഹീറ്റ്സിലേക്ക് കടക്കുകയാണ്. ഇവിടെ ആരാ? ഇവിടെയല്ലേ രണ്ട് വള്ളങ്ങളേ ഉള്ളൂ. രണ്ടാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി ഉണ്ട്, ശരിയാണ്. കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ ബി ടീം തുഴയുന്ന ആയാപറമ്പ് പാണ്ടി ഉണ്ട്. പക്ഷേ ആയാപറമ്പ് പാണ്ടിയുടെ കൂടെ മത്സരിക്കുന്ന ആ ഒറ്റയാനെ ഒന്ന് നോക്കി വെച്ചോളൂ. ഒന്നാം ട്രാക്കിൽ VBC വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി തുഴയുന്ന വിയപുരം. നേരാണ്, കേട്ട കഥകളെല്ലാം നേരാ. പക്ഷേ ഞാൻ രാജവെമ്പാല, നീ ചേര. തീപ്പൊരി ചിതറിയ 5 ഹീറ്റ്സുകൾക്ക് ശേഷം ഇതാ ആറാമത്തേതും അവസാനത്തേതുമായ ഹീറ്റ്സിലേക്ക് കടക്കുമ്പോൾ മറ്റെല്ലാ എതിരാളികൾക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകാൻ പോയ വർഷത്തെ റണ്ണറപ്പുകൾ വരികയാണ്. വെടിക്കെട്ട് പ്രകടനങ്ങളിലൂടെ വള്ളംകളി പ്രേമികളെ എക്കാലത്തും വിസ്മയിപ്പിച്ച വാട്ടർ വിസാർഡ് വള്ളംകളിയിലെ വീരേന്ദർ സെവാഗ് വീരു വിയപുരം VBC കൈനഗരി കമ്മിങ് ഇൻ ട്രാക്ക് നമ്പർ 1. അവരുടെ ഒരു ക്യാപ്ഷൻ തന്നെ ഉണ്ടായിരുന്നു, ചേട്ടൻ വായിച്ചോ എന്നെ അറിയത്തില്ല, നരിവേട്ട തുടരും. ഞാൻ ഒരു പ്രാവശ്യം അവരെ കണ്ടപ്പോഴത്തേക്കും അറിയാം, നമ്മുടെ ഒന്നാം അമരക്കാരൻ കാട്ടാളൻ, ചേട്ടൻ ഓർക്കുന്നുണ്ടോ? നമ്മുടെ രാജീവ് കുമാർ കാട്ടാളൻ എന്നാണ് വിളിക്കുന്ന രാജീവിനോട് ഞാൻ പറഞ്ഞു നരിവേട്ട തുടരല്ലേ, ഇതുകൊണ്ട് നിർത്തണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി തുടർന്ന് നമുക്ക് പോകണ്ട എന്ന് പറഞ്ഞില്ല. അവരിപ്രാവശ്യം അവർക്കുണ്ടായ ആ ഒരു ഇപ്പോഴും എനിക്ക് തോന്നുന്നു വിധി പ്രഖ്യാപനം വന്നിട്ട് വിധി പ്രഖ്യാപിച്ചെങ്കിലും കോടതിയിൽ കേസ് നിൽക്കുക. മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ വർഷത്തെ ഫൈനലിൽ അവർക്ക് VBCക്ക് കിരീടം നഷ്ടമായെന്നറിയാം. മൈക്രോ സെക്കൻഡുകളെ മറക്കുക, വലിയ വ്യത്യാസങ്ങളിലേക്ക് പറന്നു കയറുക. അവസാനത്തെ ഹീറ്റ്സ്, ആറാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുന്നു. തുടർച്ചയായ 2ാം വർഷവും ഫൈനൽ മോഹിച്ചുകൊണ്ട് വിയപുരം ചുണ്ടൻ VBC കൈനഗരി തുഴയുന്ന വിയപുരം ചുണ്ടൻ ക്യാപ്റ്റൻ ആര ബിഫി വർഗീസ്. ആ 1ാം തുഴ അരുൺ വെള്ളംകുളങ്ങര, അമരത്ത് രാജീവ് കുമരകം, നേരത്തെ പറഞ്ഞ രാജീവ് കുമരകം. അപ്പോ നെഹ്റു ട്രോഫിയുടെ അമരത്ത് എത്ര കുമരകത്ത്, ഇത് 6ാമത്തെ ഹീറ്റ്സാ, എത്ര കുമരകത്തുകാരെ നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞ എത്രയോ വള്ളങ്ങൾ പോയി, 7 ചുണ്ടൻ വള്ളങ്ങളുടെ അമരത്ത് കുമരകത്തുകാരാ. അപ്പൊ നെഹ്റു ട്രോഫിയുടെ അമരത്ത് കുമരകത്തുകാരല്ലേ എന്ന് ചോദിച്ചാൽ ജിഫി ഫെലിക്സ്, പ്രസന്നന്, സതീഷ്, സുരേഷ് നാഷ്ണാന്തര, രാജീവ്, പൊന്നപ്പന്, അനൂപ് തട്ടേൽ, ഓക്ക കുമരകം, അമരം കുമരകത്തല്ലേ അമരം. അങ്ങനെ പറയരുത്, ഞങ്ങൾ കാവാലത്തുകാരുണ്ട്, കുമരകത്തുകാരില്ലെന്നൊന്നും അങ്ങനെ പറയരുത്. കുമരകത്തുകാരെ മാത്രം പറയരുത്. ഞങ്ങളുണ്ട് കാവാലൻ ഷാജി, എത്രയോ പേരുണ്ട് അങ്ങനെ കാവാലത്ത് കുട്ടനാട് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ വള്ളത്തിൽ ഓർക്ക് നമ്മുടെ ബൈജു കുട്ടനാട് ഒന്നാം, നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റൻ വിയപുരത്തിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജു കുട്ടനാട്. അതുപോലെ തന്നെ അതെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ രാജീവ് കുമരകത്തുകാരനാണെങ്കിൽ ഇപ്പം ബൈജുവിന്റെ പേര് അറിയാ വിട്ടുപോയത്. ബൈജു കുട്ടനാടിനെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വിയപുരത്തിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജു കുട്ടനാട്, വളരെ പരിചയസമ്പന്നനായ ബൈജു കുട്ടനാട്. പക്ഷേ ഈ അവസാനത്തെ ഹീറ്റ്സ് കാണുമ്പോൾ, 2 വള്ളങ്ങൾ മാത്രം മത്സരിക്കുന്ന അവസാനത്തെ ഹീറ്റ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. വളരെ വലിയ വ്യത്യാസത്തിൽ അങ്ങനെ വിയപുരം അങ്ങനെ കുതിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാം. VBC ഏതാണ്ട് 2 വള്ളപ്പാട് വ്യത്യാസത്തിൽ ഓൾറെഡി പാണ്ടി പുറകിലായി കഴിഞ്ഞു. ആയാപറമ്പ് പാണ്ടി ഓൾമോസ്റ്റ് 2-2.5 വള്ളപ്പാട് പുറകിലാണ്. ഈ കാഴ്ച കാണുമ്പോൾ കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ലാൽ ജോസ് ചിത്രീകരിച്ച കുഞ്ചാക്കോ ബോബൻ സിനിമ ഞാൻ ഓർത്തു പോവുകയാണ്. പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും. അതേപോലെയല്ലേ സുനിലെ ഈ ഹീറ്റ്സ്? അതെ തീർച്ചയായിട്ടും. ഞാൻ ഓർക്കുന്നു, സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഞാൻ ഓർക്കുന്നു ചാക്കോച്ച് അഭിനയിച്ച നമ്മുടെ കുട്ടനാടൻ മാർപ്പാപ്പ എന്നൊരു സിനിമയുണ്ടായിരുന്നു. ഞാനതിൻ്റെ ഒരു പ്രൊഡ്യൂസറോടാണ്, അതിന് ഞാൻ നിർമ്മാണത്തിൽ പങ്കാളിയായതാണ്. നെഹ്റു ട്രോഫിയുടെ പടം സിനിമ തുടങ്ങുന്നത് തന്നെ നമ്മുടെ നെഹ്റു ട്രോഫിയുടെ ഹീൽസ് മത്സരം കണ്ടുകൊണ്ടാണ്. തീർന്നില്ല. ഈ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയുടെ പശ്ചാത്തലം കൈനകരിയാണ്. കൈനകരിയുടെ ഒരു മലയാള സിനിമയിൽ കൈനകരിയെ മനോഹരമായി ചിത്രീകരിച്ച ലാൽ ജോസിന് നന്ദി. ഈ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയുടെ പ്രധാന ലൊക്കേഷൻ കൈനകരിയായിരുന്നു. ആ കൈനകരിയെ റെപ്രസെന്റ് ചെയ്യുന്ന ക്ലബ് അല്ലേ തുഴയുന്നത്? വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി തുഴയുമ്പോൾ പുള്ളിപ്പുലി എന്ന് തന്നെ അവരെ വിളിക്കണം. VBC കൈനഗരി 6ാം ഹീറ്റ്സ് അങ്ങനെ സ്വീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ച. അപ്പൊ ഇതിന്റെ ആട്ടിൻകുട്ടി ആരാന്നൂടെന്ന് പറഞ്ഞേ, പുള്ളിപ്പുലികളെ പറഞ്ഞു, ഇതിന്റെ ആട്ടിൻകുട്ടി ആരാന്നൂടെ ചോദിച്ചേട്ടൻ. ആട്ടിൻകുട്ടി ഒരാളല്ലേ ഉള്ളൂ, അത് പ്രത്യേകം ചോദിക്കണോ സുനിലെ? എന്തൊരു ചോദ്യമാണ് സുനിലെ. 2 പേര് മത്സരിക്കുന്നു, 2 പേരേ ഉള്ളൂ ഈ ഹീറ്റ്സിൽ. ഒരാൾ പുള്ളിപ്പുലിയെങ്കിലും ഒറ്റയാൾ ആട്ടിൻകുട്ടി എന്ന് അണ്ടർസ്റ്റുഡ് അല്ലേ? നമ്മൾ മുൻവിധി പറഞ്ഞല്ലോ, ഒറ്റയ്ക്കുള്ള വള്ളം തുഴഞ്ഞു വന്ന് സെലക്ഷൻ ആകാൻ പാടാണ്. ഇത് എനിക്കും തോന്നുന്നു തിരുത്തി കുറിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് അതായത് അവർക്ക് ജോഡിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു അവർ സെലക്ഷനിലേക്ക് വരുവാണോ എന്നൊരു സംശയമുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത്
അല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഈ കഴിഞ്ഞ ഹീറ്റ്സ് പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ജാഗ്രത പാലിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമാണ്. കൂടെ മത്സരിക്കാൻ, മികച്ച മത്സരം കൊടുക്കാൻ മികച്ച ടീമുകൾ ഒന്നാം ഹീറ്റ്സിൽ, നിങ്ങൾ മത്സരിക്കുന്ന ആദ്യത്തെ ഹീറ്റ്സിൽ തന്നെ മികച്ച ടീമുകൾ നിങ്ങളുടെ ഒപ്പം ഇല്ലെങ്കിലും ഫൈനലിന് ക്വാളിഫൈ ചെയ്യേണ്ടതും സെലക്ഷൻ നേടേണ്ടതും നിങ്ങളുടെ ആവശ്യവും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ടീം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അല്ല, ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ 100% അംഗീകരിക്കുന്നു. എന്നിരുന്നാലും കൂടെ ഒരു എതിരാളി ഉണ്ടെങ്കിൽ നമുക്ക് മത്സരം കടുക്കും തീർച്ചയായിട്ടും. അതിന് ചേട്ടന് നോന്ന് പറയരുത്. സ്വാഭാവികമാണത്. അപ്പോൾ എതിരാളി ഇല്ലാതെ പോകുന്നത് അവരുടെ കുറ്റവുമല്ലല്ലോ. ഇതൊക്കെ നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഏതായാലും കളി എന്താണെങ്കിലും ഹീറ്റ്സ് എന്താണെങ്കിലും അതിന്റെ ഫിക്സർ അനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. ഏതായാലും ആ ചെറുമുറയൊക്കെ കഴിഞ്ഞ് പകുതി ട്രാക്കിന്റെ പകുതിയും പിന്നീട് അവസാനത്തെ കൂട്ടപ്പൊരിച്ചിൽ എതിരാളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലാസ്റ്റ് 300 മീറ്ററിൽ താളത്തിൽ മാറ്റം വരും. ഒരേപോലെ ട്രംപറ്റ് അടിക്കും. ഇലത്താളവും ട്രംപറ്റും ഒരേപോലെ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാക്സിമം സ്പീഡ് കൂട്ടിക്കോ. എതിരാളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറന്നു പോ. VBC പറന്ന് കേറ്. ട്രംപറ്റ് കേൾക്കുന്നില്ലേ? ഇലത്താളം കേൾക്കുന്നില്ലേ? അവസാനത്തെ 100 മീറ്റർ, അവസാനത്തെ 50 മീറ്റർ VBC ടൈമാണ് മുഖ്യം. ടൈം അതിമനോഹരമായിരിക്കുന്നു. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും ചേട്ടന്റെ കാഴ്ചപ്പാടിൽ ചേട്ടന് പറയുന്ന ആരൊക്കെ വന്നിട്ടുണ്ട് സെലക്ഷൻ? വളരെ ബുദ്ധിമുട്ടാണത് പറയാൻ. പക്ഷെ നമുക്ക് ഏതായാലും ഈ VBCയുടെ തുഴച്ചിൽ എതിരാളി ഇല്ലാതിരുന്നിട്ട് പോലും വളരെ മനോഹരമായി, വളരെ സുന്ദരമായ ഒരു തുഴഞ്ഞു, നല്ല എഫർട്ട് എടുത്തു. ഞാൻ അതുകൊണ്ടാണ് മുമ്പ് സൂചിപ്പിച്ചത്, എതിരാളി ഇല്ലെങ്കിൽ അവർക്കതൊന്നും പ്രശ്നമല്ലായിരുന്നു. അവർക്ക് എതിരാളി ഇല്ലെന്നൊരു തോന്നൽ പോലും ഇല്ല. അവർ തിരിഞ്ഞു നോക്കിയില്ല, അറിഞ്ഞു നോക്കിയില്ല. അവരൊന്നിച്ച് ഒന്ന് ചേട്ടനൊന്ന് നോക്കിക്കുക, ഇതിലേക്ക് വിഷനിലേക്ക് നോക്കിയേ. തീർച്ചയായും. അപ്പോൾ നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളുടെ 6 ഹീറ്റ്സും കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചില റിസൾട്ടുകൾ നമ്മളെ തേടി വന്നിട്ടുണ്ട്. ഈ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി സമയം പറയാൻ നമുക്ക് കഴിയുക. ഇതേവരെ കഴിഞ്ഞ മത്സരങ്ങളിൽ കാരിച്ചാലിൻ്റെ സമയം ഒന്നാം ഹീറ്റ്സിൽ കാരിച്ചാൽ 4:30 4:30 ശ്രദ്ധിച്ചോ, 4:30 കാരിച്ചാൽ ഒന്നാം ഹീറ്റ്സിൽ 4:30 വന്നിട്ടുണ്ട്. 4:30 ഒന്നാം. ഏതായാലും കാരിച്ചാലിന്റെ സമയം നമ്മൾ പറഞ്ഞു 4:30. നടുവിലെ പറമ്പൻ 4:32. അതേപോലെ കൈനഗരി മൂന്നാം ഹീറ്റ്സ് പള്ളാത്തുരുത്തി 4:22. UBC 4:23. നടുഭാഗം 4:20. നിരണം 4:21. അപ്പോ ഇതിന്റെ റിസൾട്ട് ഇനിയാണ് നിർണായകം.